നമുക്ക് നമ്മൾ ഈ പറയുന്ന മോഡൽസിനൊക്കെ ആണെങ്കിൽ 50,000 റുപ്പീസ് വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. നമസ്കാരം ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വന്ന് ഹുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൻ്റെ ന്യൂസ് മോഡലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ നോക്കി കഴിഞ്ഞാൽ സ്പോർട്സ് വേരിയൻ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ വന്ന് നമുക്ക് ഹുണ്ടായിൽ സെയിൽസ് മാനേജർ എൽഡോ സാറാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സാർ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പെരുമ്പാവൂർ പോപ്പുലേഷൻ്റെ ഷോറൂമിലാണ്. നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്ന് പറഞ്ഞ മോഡലാണ് ചെയ്യുന്നത്. ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്ന് പറയുന്നത് നമ്മുടെ 3rd ജെൻ മോഡൽ വെഹിക്കിളാണ് വരുന്നത്. അത് നമുക്ക് ആദ്യം ഗ്രാൻഡ് ഐറ്റൻ എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടായിരുന്നു. അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ ഗ്രാൻഡ് ഐറ്റനിലേക്ക് വന്നു. ഇപ്പോൾ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3rd ജെൻ വെർഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. നിയോസ് എന്ന മീനിങ് വരുന്നത് മോർ എന്നുള്ള രീതിയിലാണ് വെഹിക്കിൾ നമുക്ക് തരുന്നതും അത് തന്നെയാണ്. ഇതിനകത്ത് വരുന്ന വേരിയൻസ് എന്ന് പറയുന്നത് എറ, മാഗ്ന, സ്പോർട്സ്, ആസ്റ്റ എന്ന് പറയുന്ന വേരിയൻസ് ആണ്. 4 വേരിയന്റ് ആണ് കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് പെട്രോളിലും CNG-ലും വണ്ടി അവൈലബിൾ ആണ്. ഡീസൽ നിർത്തിയിരിക്കുക, ഡീസൽ നമുക്ക് അവൈലബിൾ അല്ല. CNG-ലും പെട്രോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും നമുക്ക് AMT മോഡൽ നമുക്ക് നിയോസിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ CNG ആണെങ്കിൽ നമുക്ക് ഇവിടെ നിയർ ഫ്യൂൽ സ്റ്റേഷൻ വരുന്നുണ്ട്. പെരുമാറി നമുക്ക് എല്ലായിടത്തും ഇപ്പോൾ ആയി വരുന്നുണ്ട്. നമുക്ക് നല്ല റീസൺ നമുക്ക് ഇവിടെ ഫ്യൂലിന്റെ അവൈലബിൾ CNG-ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ CNG-യുടെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ്. മൈലേജ് വരുന്നത് നമുക്ക് 30+ കിലോമീറ്റർ നമുക്ക് മൈലേജ് CNG-ക്ക് കിട്ടുന്നതായിരിക്കും. അതിന്റെ മോഡൽസിനകത്ത് നമുക്ക് വരുന്നത്. ഇതിന്റെ വന്ന് ഇപ്പോൾ പൊതുവായിട്ട് കൂടുതലായിട്ട് പോകുന്ന നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്പോർട്സ് മോഡലാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒബിയസ്ലി നമുക്ക് എല്ലാ മോഡൽസും മിക്സഡ് ആണ് വരുന്നത്. എന്നാലും സ്പോർട്സ് എന്ന് പറഞ്ഞ മോഡൽസിനാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. AC, ഓട്ടോമാറ്റിക് AC, തന്നെ റിയർ AC തന്നെ വരും. നമുക്ക് പവർ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നത്. 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, അതും ടച്ച് സ്ക്രീൻ ആയിരിക്കും നമുക്ക് വരുന്നത്. സ്മാർട്ട് ഫോൺ നമുക്ക് ഇൻഫോം സിസ്റ്റം വരുന്നുണ്ട്. അതിനകത്ത് കൺട്രോൾ ചെയ്യുന്ന സ്റ്റിയറിംഗ് വീലിലായിരിക്കും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് വരികയും ചെയ്യും. ഡ്യുവൽ എയർ ബാഗ് ആയിരിക്കും വരുന്നത്. സേഫ്റ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്യുവൽ എയർ ബാഗ്, ABS, EBD കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. നമ്മൾ മിറേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഫോൾഡബിൾ മിറേഴ്സ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. ഇതൊന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എറ മോഡലിൽ അങ്ങനത്തെ ഫീച്ചർ പറഞ്ഞില്ലല്ലോ. എറ മോഡൽ ബേസ് മോഡലാണ്, സ്റ്റാർട്ടിംഗ് മോഡലാണ് നമുക്ക് വരുന്നത്. നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് എൻഡും പവറിന്റെ എയർ ബാഗ്, ABS വരുന്നതാണ്. ആ ഒരു ഫീച്ചേഴ്സ് ആയിരിക്കും നമുക്ക് അതിനകത്ത് വരുന്നത്. ഇപ്പോൾ എറ മോഡലാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇത് ഒരു എറയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7 lakhs താഴെ, ഒരു 6.7 ആ റേഞ്ചിലൊക്കെ. ഇത് ഓൺ റോഡ് പ്രൈസ് ആണ്. ഓൺ റോഡ് പ്രൈസ് 6.7 ആ റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് നമുക്ക് വെഹിക്കിൾ ഇറക്കാം. മാക്സിമം കൂടുതൽ പ്രൈസ് ഇതാണെങ്കിൽ ഇപ്പൊ സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഏകദേശം 8 lakhs താഴെ നമുക്ക് ഓൺ റോഡ് വണ്ടി കിട്ടും. ഒരു 7.75 ആ റേഞ്ചിലേക്ക് നമുക്ക് കിട്ടും. നമ്മൾ ആ ഒരു 75,000-80,000 അഡീഷണൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് അഡീഷണൽ കിട്ടുന്നുണ്ട്. അതാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഇതിലോ നമുക്ക് എഞ്ചിൻ കപ്പാസിറ്റി എത്രയാണ് വരുന്നത്? നമുക്ക് ഇതിനകത്ത് എഞ്ചിൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1200 cc ആണ് വരുന്നത്. 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഒരു വേരിയന്റ് മാത്രം, ഒരു സിലിണ്ടർ അതായത് നമുക്ക് എഞ്ചിൻ 1.2 ലിറ്റർ എഞ്ചിൻ മാത്രമാണ് നമുക്ക് വരുന്നത്. 4 സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും. 16 വാൾസ് ആയിരിക്കും വരുന്നത്. 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒബിയസ്ലി ഈ പറയുന്ന പോലെ എഞ്ചിൻ ലൈഫും കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും വരുന്നത്. പിന്നെ ഫ്രണ്ടില് ലൈറ്റ്സ് ഒക്കെ ഇതൊന്ന് ഹാലോജൻ ടൈപ്പാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ലുക്ക് വൈസ് നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് ഇസഡ് ഷേപ്പ് നമുക്ക് DRലാണ് നമുക്ക് വരുന്നത്. പ്രോഗ്രാംസ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് വരികയും ചെയ്യും. മിററിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞ മോഡലിൽ തന്നെ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വേറൊരു മാനുഫാക്ചറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സർവീസും ഇതിന്റെ വാറണ്ടി കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത്. നമുക്ക് സർവീസ് വരുന്നത് ഓരോ വർഷത്തിൽ അല്ലെങ്കിൽ 10,000 കിലോമീറ്ററിലായിരിക്കും നമുക്ക് സർവീസ് വരുന്നത്. ഫസ്റ്റ് സർവീസ് വരുന്നത് ഒരു 1,500 അല്ലെങ്കിൽ 2 months ഏതാണ് നമുക്ക് ആദ്യം വരുന്നത് അതിനകത്തായിരിക്കും നമുക്ക് ഫസ്റ്റ് സർവീസ് വരുന്നത്. സെക്കൻഡ് സർവീസ് വരുമ്പോൾ നമുക്ക് 10,000 അല്ലെങ്കിൽ 1 ഇയറിലായിരിക്കും വരുന്നത്. പിന്നെ വരുന്ന എല്ലാം ഓരോ വർഷം അല്ലെങ്കിൽ 10,000 നമുക്ക് സർവീസ് വരുന്നത്. ഏകദേശം എത്ര സർവീസ് ചാർജ് പൊതുവായിട്ട്? സർവീസ് ചാർജ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ 3 സർവീസ് ഓയിലിന്റെ ഫിൽറ്ററിന്റെ ചാർജസ് മാത്രമേ വരുള്ളൂ. ലേബർ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിരിക്കും. അപ്പൊ അത് ഓട്ടോ ഇല്ലാത്ത ഒരാൾക്ക് ഒരു വർഷത്തിലെ സർവീസ് വരുള്ളൂ. ഒരു വർഷത്തിൽ വരുമ്പോൾ ഏകദേശം 2,500-3,000 സർവീസ് കോസ്റ്റ് നമുക്ക് അത്രേ നമുക്ക് സർവീസ്. അത് ഒരു വർഷത്തിലാണ് നമുക്ക് അത് വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സർവീസ് പറഞ്ഞാൽ തന്നെ നമുക്ക് വാറണ്ടി എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും
വാറണ്ടി, നമ്മൾ ഒരു എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും നമ്മൾ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതെ അതെ ഈവൻ ഫോൺ വരെ മേടിച്ചാലും നമ്മൾ വാറണ്ടി മേടിക്കുന്നുണ്ട്. അതെ മീൻസ് നമ്മൾ അതിൻ്റെ ഒരു സേഫ്റ്റിയോടെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെ. അപ്പോൾ നമ്മൾ വെഹിക്കിൾസ് നമുക്ക് ശരിക്കും 3 ഇയർ 1 lakh കിലോമീറ്റേഴ്സ് നമുക്ക് നോർമൽ വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ നമുക്ക് ആ വാറണ്ടി നമുക്ക് 5 ഇയർ 140 വരെ നമുക്ക് കിലോമീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ അതായത് മെയിൻ പാർട്സ് എല്ലാം അതിനകത്ത് കവേർഡ് ആയിരിക്കും. എഞ്ചിൻ ബോക്സ്, ഫ്ലെക്സ് ബോക്സ്, ഗിയർ ബോക്സ്, സസ്പെൻഷൻ, അതുപോലെ തന്നെ ECM, മൊഡ്യൂൾസ്, ആ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തേയ്മാനം സംഭവിക്കാത്ത ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ വാറണ്ടിയിൽ കവേർഡ് ആയിരിക്കും. ഓക്കെ 1 lakh ഉള്ളിൽ അത് 3 ഇയർ നമുക്ക് 5 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. Okay. 5 ഇയർ 140 വരെ നമുക്ക് എടുക്കാനും പറ്റും. അപ്പൊ നമുക്ക് അത് വന്ന് സ്റ്റാർട്ടിങ് തന്നെ ചെയ്യണോ ഇല്ല നമ്മൾ മേടിച്ച് നമുക്ക് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൈസിനകത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. Difference നമ്മൾ പിന്നെ എടുക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രൈസിനകത്ത് ഓഡിയോ കിലോമീറ്ററും കാര്യങ്ങളും സർവീസും നോക്കിയിട്ട് ചെറിയ പ്രൈസ് ഡിഫറൻസ് വരും. ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ വാറണ്ടിയിൽ പറഞ്ഞ പോലെ നമുക്ക് വാറണ്ടിയിൽ 5 വർഷം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു തേയ്മാനം സംഭവിക്കുന്ന സാധനങ്ങൾ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അതെ ഇനി നമുക്ക് തേയ്മാനം സംഭവിക്കുന്ന സാധനങ്ങൾക്കും പാർട്സിനും നമുക്ക് വേണമെങ്കിൽ വാറണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷീൽഡ് ഔട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഹ്യുണ്ടായി നൽകുന്ന വേറൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഷീൽഡ് ഔട്ട് ടെസ്റ്റ്. ഷീൽഡ് ഔട്ട് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞാൽ തേയ്മാനം സംഭവിക്കുന്നത് ഇപ്പോൾ ബ്രേക്ക്, ക്ലച്ച്, സസ്പെൻഷൻ്റെ ബുഷ് ഇങ്ങനെയൊന്നും ആർക്കും വാറണ്ടി കൊടുക്കുന്നില്ല. ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഇരുന്നാണ്, ക്ലച്ചും നമ്മൾ ഉപയോഗിക്കുന്നത് തീർന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നമുക്കൊരു 14 ഐറ്റംസ് ഉണ്ട്. ക്ലച്ച്, ലൈനർ, സസ്പെൻഷൻ ബുഷ്, ബൾബ്, ഹോസ്, ഈവൻ വൈപ്പർ. വൈപ്പറുകളിൽ വരെ നമുക്ക് മാറണതിന് ഈ 5 വർഷത്തേക്ക് 60,000 കിലോമീറ്റർ വരെ എടുക്കാം. എനിക്ക് തോന്നുന്നു നിയോസിനൊക്കെ 6,990 വരെ വരുന്നുള്ളൂ 5 വർഷത്തേക്ക്. 5 വർഷം 6,990 ഈ 14 ഐറ്റംസ് നമുക്ക് കവേഡാം. ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം വന്ന് മാറിക്കൊണ്ട് പോയാലും നമ്മൾ ഈ കൊടുക്കുന്നതിന്റെ 4 ടൈംസിന്റെ പേയ്മെന്റ് വരും. നമ്മളിപ്പോൾ തന്നെ വാറണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 വർഷത്തേക്ക് പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വാറണ്ടി 5 വർഷം എടുത്തു, ഷീൽഡ് ടെസ്റ്റ് 5 വർഷം എടുത്തു, ഇൻഷുറൻസ് ബമ്പർ ടമ്പർ നമുക്ക് 5 വർഷം വരെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും. നമ്മൾ വണ്ടി പഠിച്ച കാശും പെട്രോളിന്റെ കാശും മാത്രം നോക്കി സർവീസിന് വന്നു കഴിഞ്ഞാൽ ഈ ഷീൽഡ് ടെസ്റ്റും ആക്ഷൻ വാറണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ സർവീസ് കോസ്റ്റ് തന്നെ കുറയ്ക്കാം. ഇത് വരുന്നില്ല. ഇത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ന്യൂസിൽ ഇല്ലാതെ തന്നെ അത് നമ്മുടെ ഹ്യുണ്ടായിലെ ഭാഗങ്ങളും ഈ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ഷൻ വാറണ്ടിയും ഷീൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പാക്കേജ് നമ്മുടെ എല്ലാ മോഡൽസിലും അവൈലബിൾ ആണ്. നമുക്ക് ഇതിനകത്ത് ഇത് നമുക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്ക് ഇതിനകത്ത് വരുന്നത് ഹാലജൻ ടൈപ്പ് ആണ് വരുന്നത്. ഹെഡ് ലാംപ്സ് കാര്യങ്ങളായിരിക്കും നമുക്ക് വരുന്നത്. ഇസഡ് ഷേപ്പ്, ബൂമറാങ് ഷേപ്പ്, നമുക്ക് LED DRLസോടെ നമുക്ക് ഇതിനകത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ടോപ്പ് ആൻഡ് മേലിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് വരും. പ്രൊജക്ട് ഹെഡ് ലാംപ്സ് ആയിരിക്കും ചേഞ്ചസ് വന്നിട്ട് പ്രൊജക്ട് ഹെഡ് ലാംപ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ടില് വരുന്നത്. സൈഡിലേക്ക് നമുക്ക് അലോയ് വീൽസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഇത് 14 ഇഞ്ച് അലോയ് വീൽസ് ആണ് നമുക്ക് 14 ഇഞ്ച് അലോയ് വീൽസ് വരും. നമുക്ക് ഇതിനകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മറന്നകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇത് ഇല്ല. ഇപ്പോൾ സ്പോർട്സ് എന്ന് പറഞ്ഞ മോഡലോട്ട് നമുക്ക് ഇതിനകത്ത് LED വരും. മറന്നകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് മറന്നകത്തായിരിക്കും വരുന്നത്. അതുകൂടാതെ ക്രോം ഹാൻഡിൽസ് ഒക്കെ ബോഡി കളർ തന്നെയായിരിക്കും എല്ലാ മോഡൽസിലും. എറ ഒഴിച്ച് ബാക്കിയുള്ള വരുമ്പോൾ ക്രോം ഹാൻഡിൽസ് ആയിരിക്കും വരുന്നത്. നമുക്കിനകത്ത് വരുന്നത് നമുക്ക് സ്പോർട്ടി ലുക്കാണ്. സ്പോർട്സ് എന്ന് പറഞ്ഞ മോഡലോട്ട് നമുക്ക് റൂഫൈല് ഉണ്ടാവും. ഷാർപ്പ് ഫിൻ ആൻഡിനെയും നമുക്ക് സ്പോർട്സ് മോഡലോട്ട് വരുന്നതാണ് നമുക്കിനകത്ത് വരുന്നത്. പിന്നെ നമുക്കൊരു ബാഡ്ജിങ് കൂടെ നമുക്ക് വരുന്നുണ്ട്. സ്റ്റൈലിഷ് വേണ്ടിയിട്ട് ഒരു ബാഡ്ജിങ് കൂടെ നമുക്ക് വരും ചെയ്യും. നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ റിയർ സ്പോയിലർ തന്നെ നമുക്ക് വരുന്നുണ്ട് സ്പോർട്ടി ലുക്കിന് വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ക്യാമറ നമുക്ക് ഇവിടെ ഒരു നിയോസ് എന്നുള്ള ബാഡ്ജിങ്ങും ഗ്രാൻഡൈറ്റ് എന്നുള്ള ബാഡ്ജിങ്ങും പേര്. ഇൻറ്റഗ്രേറ്റർ റിയർ സ്പോയിലർ നമുക്ക് വരുന്നുണ്ട്. സ്പോർട്ടി ലുക്ക് ആയിരിക്കും നമുക്ക് വരുന്നത് റിയർ സ്പോയിലർ. ദെൻ ഇതിനകത്ത് നമുക്ക് D4 ലൈൻസ് വരുന്നുണ്ട്. ഫോഗ് അല്ലെങ്കിൽ നമുക്ക് അവിടെ സ്വിച്ച് ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ഇലക്ട്രിക് പാസ് ചെയ്യും. നമുക്ക് ഇതിനകത്തുള്ള ഫോഗ് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇതൊക്കെ സ്പോർട്സ് എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറ നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട്. സെൻസേഴ്സും നമുക്ക് വരുന്നതാണ്. ഫൈഡർ സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിൽ ബൂട്ട് സ്പേസും ആയാലും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ സീറ്റ് ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് ഉണ്ട്. സീറ്റ് വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഫുള്ളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. എല്ലാം വരുന്നത് അടിയിലാണ് വരുന്നത്. സ്പെയർ വീല്, ടൂൾ കിറ്റ്, ജാക്കും ജാക്ക് റോഡും കാര്യങ്ങളെല്ലാം അടിയിലാണ് നമുക്ക് വരുകയും ചെയ്യും. നമുക്ക് ബാക്കിലേക്ക് ഇതിനകത്ത് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത് 260 പെട്രോളിയം നമുക്ക് ബൂട്ട് സ്പേസ് നമുക്ക് നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് നല്ല ലഗേജിങ് എല്ലാം ചെയ്യാൻ പറ്റും. അതേപോലെ
സീറ്റ് ഫോൾഡ് ചെയ്താലും നമുക്ക് കുറച്ച് സ്പേസ് കിട്ടായിരിക്കും. ഇതിലും കൂടുതൽ ലഗേജ് വല്ലതുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്യാൻ. ഓക്കെ ഓക്കെ. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് വെക്കാനുള്ള സ്പേസ് ഇതാണ് നമുക്ക് ബാക്കിൽ വരുന്നതല്ലേ. ഓക്കെ. സൈഡിലേക്ക് നമുക്ക് മിറേഴ്സ് ഇന്ത്യയിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ഉണ്ട്. നമുക്ക് ഫോൾഡ് ചെയ്യാം അഡ്ജസ്റ്റബിൾ സാധനം വരികയും ചെയ്യും. നമുക്ക് ലോക്ക് അൺലോക്ക് പിന്നെ പവർ വിൻഡോയുടെ സ്വിച്ചസും കാര്യമായിരിക്കും. നമുക്ക് ഡോർ പാഡിൽ വരുന്നത് ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡറോടെ നമുക്ക് വരികയും ചെയ്യും. ഓക്കെ, നമ്മളകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിൽറ്റ് സ്റ്റിയറിംഗ് ആണ്. ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന സ്റ്റിൽറ്റ് സ്റ്റിയറിംഗ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതെല്ലാം സ്റ്റിയറിംഗ് വീലിൽ തന്നെ കിട്ടും. അപ്പം ട്രാക്ക് എടുക്കുന്നത് വോളിയം കൊടുക്കുന്നത് എല്ലാം മോഡും കാര്യം വരും. പിന്നെ അതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് വരും. നമുക്ക് കോൾ എടുക്കാനും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരും. വോയിസ് റെക്കഗ്നൈസേഷനും നമുക്ക് ഇതിനകത്ത് കിട്ടുകയും ചെയ്യും. മൈക്ക് വരുന്നത് നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇതാണ് നമുക്ക് സ്റ്റിയറിംഗിനകത്ത് നമുക്ക് വരുന്നത്. അതുകൂടാതെ നമുക്ക് ഇതിന്റെ വേറെ നമുക്ക് ഈ ഡ്രൈവേഴ്സിന്റെ സീറ്റ് ഹൈറ്റ് ആയിട്ടുള്ള നമുക്ക് ഡ്രൈവേഴ്സിന്റെ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് മാക്സിമം ഹൈറ്റ് വരെ നമുക്ക് അഡ്ജസ്റ്റബിൾ സീറ്റോടെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഫീച്ചറുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എ സിയിൽ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഓട്ടോ എ സി ആയിരിക്കും നമുക്ക് വരുന്നത്. നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളും. നമുക്ക് ഓട്ടോമാറ്റിക് എ സി ആയിരിക്കും. നമുക്ക് സ്പോർട്സ് മോഡിലോട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. കൂടെ ഒരു കപ്പ് ഹോൾഡേഴ്സും എല്ലാം തന്നെ നമുക്ക് വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ആയിരിക്കും നമുക്ക് വരുന്നത്. സിസ്റ്റം വരുന്നത് ടച്ച് സ്ക്രീനാണ് നമുക്ക് വരുന്നത്. അതിന്റെ കൺട്രോൾസ് ആണ് സ്റ്റിയറിംഗിൽ കിട്ടുന്നത്. കൂടാതെ നമുക്ക് റിവേഴ്സ് ക്യാമറ നമുക്ക് ഇതിനകത്ത് കിട്ടും. നമുക്ക് റിവേഴ്സ് ക്യാമറയും എല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. സ്പോർട്സ് മോഡിലോട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ്. ഇവിടെ വരുന്നത് വയർലെസ് ചാർജിങ് ഇല്ല. ഓക്കെ, ഇത് ടോപ്പ് ആൻഡ് വേരിയന്റിൽ മാത്രം വയർലെസ് ചാർജർ ഉള്ള. ഓക്കെ. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് നിയോസിനകത്ത് വരുന്നത് ഡ്യുവൽ എയർ ബാഗ് ആണ് വരുന്നത്. സ്റ്റിയറിംഗിനകത്തും ഡാഷ്ബോർഡിനകത്തും നമുക്ക് ഡ്യുവൽ എയർ ബാഗ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ABS EBDയും കാര്യങ്ങളെല്ലാം തന്നെ വരും ചെയ്യും. ബ്രേക്കിംഗ് സിസ്റ്റം. ഓക്കെ. ഈ വേരിയന്റ് ബ്ലാക്ക് ആൻഡ് സിൽവർ ഇല്ലാണ്ട് വേറെ കളർ വേരിയന്റ് ഉണ്ടോ ഇന്ത്യയിൽ? ഇല്ല, ഒരു വേരിയന്റ് മാത്രം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയായിരിക്കും ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് ഗ്രേ ആൻഡ് ബീച്ച് കളർ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ നമുക്ക് 165 നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അടിയടിക്കത്തില്ല, നോർമൽ ഇതിനകത്ത് വെച്ച് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. ഗൈസ് നോക്കി കഴിഞ്ഞാൽ ഹോണ്ടയുടെ ബാജിങ് അതിന് ഇപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ ഹാലജൻ്റെ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ ഒരു മനോഹരമായ ക്രോം ഫിനിഷുള്ള ഒരു ഗ്രില്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ബ്ലാക്കുള്ള ഒരു ഗ്രില്ല് പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ടോ ചെയ്യാനായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സീക്രട്ട് ഇതാണ്. നമുക്ക് എന്തെങ്കിലും വണ്ടി നിന്ന് കഴിഞ്ഞാൽ ടോ ചെയ്യാൻ യൂസ് ചെയ്യാനാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ വീലിൻ്റെ സൈസ് നോക്കി കഴിഞ്ഞാൽ 14 ഇഞ്ചിൻ്റെ വീലിൻ്റെ അലോയ് വീലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ടയർ നോക്കി കഴിഞ്ഞാൽ 165 ബാർ 70 ടയറാണ് നമുക്ക് വന്ന് അപ്പോളോ ടയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ ഡോർ ഹാൻഡ്ലിങ് ഡോർ കളറായിട്ട് മാച്ച് ആയിട്ടുള്ള ഹാൻഡിലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിലെ ടയറും സെയിം ആണ്, ഫ്രണ്ടിലെ ടയർ പോലെ തന്നെ. പിന്നെ ബാജിങ് ഗ്രാൻഡ് i10ൻ്റെ ബാജിങ് ഉണ്ട്. ബാക്കിലും ഹുണ്ടായുടെ സിമ്പിളും പിന്നെ നിയോസിൻ്റെ സിമ്പിളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. റിവേഴ്സ് ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്ക് സൈഡിൽ. പിന്നെ അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സിൻ്റെ ബാജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൈസ് ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ റിയൽ സ്പോയിലർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷാർപ്പ് ആൻറ്റിന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ G10ൻ്റെ ബാജ് ഉണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. G10 എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് i10 ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈൽ നിങ്ങൾ കണ്ടറിയുന്നതായിരിക്കും. പിന്നെ അത് നമ്മൾ ഗൈസ് ഉള്ളിലേക്ക് പോയി കയറി നോക്കാം. അങ്ങനെ ഗൈസ് ഒന്ന് ഫൈനലായിട്ട് വന്ന് നമ്മൾ ഉള്ളിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ സ്റ്റിയറിംഗ് മനോഹരമായൊരു സ്റ്റിയറിംഗ് ആണ് ഹുണ്ടായി ബാജുള്ള. ലെഫ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി ബട്ടൺസൊക്കെ ഉണ്ട്. നോക്കിയപ്പോൾ വന്ന്
വോയിസ് ആയാലും ശരി, കോൾ അറ്റൻഡ് ചെയ്യാനും ശരി, ഇപ്പോൾ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചേഞ്ച് ചെയ്യാനും ശരി, മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺസൊക്കെ നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഇതും പിന്നെ ഡ്യുവൽ കളറാണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫിനിഷുള്ള ഇത് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടച്ച് ചെയ്താൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കളർ, ഡ്യുവൽ കളറുള്ള വേരിയൻറ്റ്. പിന്നെ ലെഫ്റ്റ് സൈഡ് ആയാലും റൈറ്റ് സൈഡ് ആയാലും AC വെൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് റൗണ്ട് ആയതുകൊണ്ട് നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഫ്രണ്ടിൽ 2 AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോർ ചെയ്യാനുള്ള ചെറിയൊരു ഗ്ലോ ബോക്സ് തന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡോറിൽ നോക്കിയെങ്കിൽ നമുക്ക് മൊബൈൽ എന്തെങ്കിലും വയ്ക്കാം. പവർ വിൻഡോയുടെ സ്വിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോട്ടിൽസ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ സ്പീക്കറും ഉണ്ട്. ഇപ്പുറത്തേക്ക് നമ്മുടെ ഡ്രൈവർ സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇവിടെയും നമുക്ക് മൊബൈൽ വയ്ക്കാനുള്ള ഒരു സ്പേസും പിന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനും പവർ വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസൊക്കെ കാര്യങ്ങളും നമ്മുടെ ഡ്രൈവർ സൈഡിലുള്ള ഭാഗത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോട്ടിൽ വയ്ക്കാനുള്ള ഒരു പ്രൊവിഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്കും പിന്നെ 2 കപ്പ് ഹോൾഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് മാത്രം മിസ്സാകുന്നുണ്ട് ഇതിൽ. പിന്നെ മൊബൈൽ വയ്ക്കാനുള്ള ഒരു പ്രൊവൈഡ് തരുന്നുണ്ട്. പിന്നെ 2 ചാർജിങ് പോയിൻ്റാണ് നമുക്ക് ഈ ഗ്രാൻഡ് ഐറ്റനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. വയർലെസ് ഇല്ല, നമ്മൾ നോർമലാണ് ഇപ്പോൾ ഉള്ളത്. ഹൈ എൻഡ് വേരിയൻ്റ് ആണെങ്കിൽ വയർലെസ് ചാർജ് കിട്ടുന്നതായിരിക്കും. പിന്നെ സീറ്റ് കവർ നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫാബ്രിക്കിൻ്റെ സീറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മീറ്റർ നോക്കി കഴിഞ്ഞാൽ ഡിജിറ്റൽ മീറ്ററാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ പിയാനോ ബ്ലാക്കിൻ്റെ ഉള്ളിൽ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം 8 ഇഞ്ചിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ബട്ടൺസും ഉണ്ട്, ടച്ച് സ്ക്രീനുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇത്ര ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് 6 ഫീറ്റ് ആയതുകൊണ്ട് ഇത്ര സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 3 ആൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ബാക്കിലും ഫാബ്രിക്കിൻ്റെ സീറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടൈ സപ്പോർട്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇരിക്കാനായിട്ട് അവർക്കും AC വെൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് പോയിൻറ്റും തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഡോറിലും മൊബൈലൊക്കെ വെക്കാനുള്ള സ്പേസും പിന്നെ സ്പീക്കറും പിന്നെ ബോട്ടിൽ ഹോൾഡറും തന്നിട്ടുണ്ട്. അതേപോലെ സപ്പോർട്ടിന് സൈഡിൽ വന്ന് നമുക്ക് പിടിക്കാനുള്ള ഒരു ഗ്രിപ്പ് പോലത്തെ സംഭവം പിന്നെ ടോപ്പിൽ ലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്കിലിരിക്കുന്നവർക്ക്. പിന്നെ ഇത്ര സ്പേസ് ഉണ്ട് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്ന. സബ്സ്ക്രൈബിന് വേണ്ടി എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടായത് ഇപ്പോൾ i20 ആയാലും i10 ആയാലും ഇപ്പോൾ വെന്യൂ ആയാലും ഏതായാലും ശരി ഡിസംബർ 22 ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ ഷോറൂമിൽ എന്തെങ്കിലും കസ്റ്റമറിന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമുക്ക് ഡിസംബറിന്റെ ഇയർ എൻഡിങ് നല്ല രീതിയിൽ നല്ല സ്കീം റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് മോഡൽസ് ഉണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് ഐറ്റൻ i20 വെന്യൂ പോലുള്ള മോഡൽസിന്റെ സെലക്റ്റീവ് ആയിട്ടുള്ള മോഡൽസിന് നമുക്ക് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന i10 ഒക്കെ ആണെങ്കിലും നമുക്ക്
നമ്മൾ ഈ പറയുന്ന മോഡൽസിനൊക്കെ ആണെങ്കിൽ 50,000 റുപ്പീസ് വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. 10,000 രൂപ വരെ 1,00,000 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്ന സ്കീം കാര്യങ്ങളുണ്ട്. i20 ആണെങ്കിലും നല്ല രീതിയിൽ നല്ല സ്കീം കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ എക്സ്ചേഞ്ച് ബോണസ്, പഴയ വണ്ടി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വണ്ടി മേടിക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് അവൈലബിൾ ആണ്. കോർപ്പറേറ്റ് ഓഫീസ്, കോർപ്പറേറ്റ് ബോണസ് ഉണ്ട്. നമ്മൾ കോർപ്പറേറ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനീസുള്ളതാണെങ്കിൽ കോർപ്പറേറ്റ് ബോണസ് ഉണ്ട്. ഈവൻ നമ്മൾ റൂറൽ ഏരിയയിലാണെങ്കിൽ തന്നെ നമുക്ക് കർഷകരാവട്ടെ എന്താണെങ്കിലും നമുക്ക് സമ്പദ് സ്കീം കൊണ്ട് നമുക്ക് സ്കീം കാര്യങ്ങൾ നമുക്ക് റൺ ചെയ്തുകൊണ്ട് ഇപ്പോൾ റൺ ചെയ്യുന്ന ഒരു സ്കീമാണ് വരുന്നത്. ഇപ്പോൾ വണ്ടി എടുക്കാൻ പറ്റിയൊരു സമയമാണ് ഈ ഡിസംബറിൽ. അങ്ങനെ നെക്സ്റ്റ് മന്ത് തൊട്ട് ജനുവരി 1 തൊട്ട് പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട്. റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടിയതും BS6ന്റെ നോംസും കാര്യങ്ങളൊക്കെ phase 2 ഒക്കെ വരുന്നതിന്റെ ഒരു ഭാഗമായിട്ട് നല്ല രീതിയിൽ പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട്. വണ്ടി മേടിക്കാൻ ഉള്ളവർ ആഗ്രഹിക്കുന്നവർ ഈ മാസം തന്നെ എടുക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ. തീർച്ചയായിട്ടും വണ്ടി മേടിക്കുന്നതിന് നല്ല രീതിയിൽ സ്കീം കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു മാസം തന്നെയാണ്. നമുക്ക് മാക്സിമം നല്ലൊരു ഓഫറും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. ഗ്രാൻഡ് i10 മോഡലിൻ്റെ നിയോസ് മോഡലിൻ്റെ സ്പോർട്സ് വേരിയൻ്റ് വന്ന് നമുക്ക് വേണ്ടി എൽഡോ സാർ വന്ന് നമുക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ നമുക്ക് ആ കാറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുള്ളി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കാറ് വാങ്ങാൻ ആവശ്യമുള്ള ആൾക്കാർ വന്ന് മറക്കാണ്ട് പോപ്പുലർ ഹുണ്ടായിൽ സാറിനെ വിളിച്ചാൽ മതി. സാറിൻ്റെ കോൺടാക്ട് നമ്പർ വന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വന്ന് സാറിനെ DM ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് സോ മച്ച് ഫോർ. അങ്ങനെ ഗൈസ്, പുള്ളി വന്ന് നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വന്ന് പുള്ളിനെ കോൺടാക്ട് ചെയ്യാനാണ്. പുള്ളി വന്ന് ഇപ്പോൾ ഈ മാസം പുള്ളി പറഞ്ഞ പോലെ തന്നെ നമുക്ക് വന്ന് കൂടുതൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസംബർ 23 നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കി കഴിഞ്ഞാൽ 8 ദിവസമല്ല നമുക്ക് ഗ്യാപ്പുള്ളൂ. ഈ 8 ദിവസത്തിൽ ഓഫറാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അടുത്ത മാസം 2023 പ്രൈസൊക്കെ കൂടാമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ പുള്ളിനെ കോൺടാക്ട് ചെയ്യാനായിരിക്കും. പുള്ളി വന്ന് നമുക്ക് ഫേവറബിളായിട്ട് ഡിസ്കൗണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ആരെങ്കിലും ഉണ്ടായുടെ i10 മോഡൽ നിയോസിൻ്റെ മേടിക്കാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും കൂടുതൽ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ.